ഏഴിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഈ സീസണിൽ തെരഞ്ഞെടുത്ത ഈ പറയുന്ന പിള്ളേരെയൊക്കെ കൊള്ളാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ആര്യന്റെ ബിഹേവിയർ തന്നെയാണ്. എല്ലാ എക്സ്ട്രീമിലും അതൊരു ഫണ്ണാക്കാൻ ആര്യൻ അതിന് നെവിൻ്റെ കണക്ക് ആർട്ടിഫിഷ്യൽ കോമഡിയോ നെവിൻ ശ്രമിക്കുന്ന കണക്ക് മനഃപൂർവ്വം മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാനോ അല്ല ആര്യൻ നോക്കുന്നത്. സോ ഇന്നത്തെ ആ ഒരു ടാസ്കിൽ ആര്യൻ കാണിച്ച ആ ഒരു ഫണ്ണ് എനിക്കങ്ങനെ വലിയ കള്ളത്തരമായിട്ടോ അങ്ങനെ പറ്റിക്കലായിട്ടോ തോന്നിയില്ല. അപ്പോൾ ആ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇന്ന് രാവിലെ തൊട്ടേ ഡൗൺ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് വായിക്കാൻ വേണ്ടിയിട്ട് അനുമോളെയാണ് വിളിച്ചത്. അപ്പം ബിഗ് ബോസിന് അനുമോൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ രണ്ടിടത്തായിട്ട് ഇങ്ങനെ കൊമ്പ് പോലെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം അനുമോളുടെ ഈ ഹെയർ സ്റ്റൈൽ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, കൊള്ളാം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആലോചിക്കുകയും ചെയ്തു, ഇന്ന് കറക്റ്റായിട്ട് ഇന്ന് ഹെയർ അങ്ങനെ കിട്ടുന്നത് കണ്ടപ്പോൾ. അങ്ങനെ ടാസ്ക് വായിക്കാനായിട്ട് അനുമോൾ ഈ പറയുന്ന കൺഫ്യൂഷൻ റൂമിൽ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, അതെ ഞാൻ ഓൾറെഡി ആ ഒരു ആ സംഭവം കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അത് കാണാനാര് പറഞ്ഞ്? അപ്പൊ അനുമോള് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട്, അല്ല ഞാൻ അങ്ങനെ പോയപ്പോൾ എന്നെ കണ്ണുകൊണ്ട് വെറുതെ കണ്ടതാണ്, കാണണമെന്ന് വെച്ച് കണ്ടതല്ല. അതുകൊണ്ട് ബിഗ് ബോസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പക്ഷേ അത് അനുമോൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒന്ന് ചില്ലാക്കുന്നതാണെന്ന് തോന്നി. അതായത് ഓക്കെ കണ്ടതിരിക്കട്ടെ, ഇനിയിപ്പോൾ ആരോടും പറയാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. കുറച്ച് ഫണ്ണായിട്ട് തന്നെയാണ് ആ ഒരു ടാസ്ക് തുടങ്ങിയത്. അനുമോൾ വന്നു, ടാസ്ക് ലെറ്റർ വായിച്ചു, എല്ലാവരും ടാസ്കിന്റെ ആ ഒരു ഓട്ടവും ചാട്ടവും എല്ലാം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പാവം തോന്നിയത് അനീഷിന്റെ കാര്യത്തിലാണ്. അനീഷ് ഓൾറെഡി കുറച്ച് കോൺവെർസേഷൻസിനൊക്കെ ഈ ലൈവിൽ നടന്നായിരുന്നു കേട്ടോ. അക്ബർ, നെവിൻ, ആര്യൻ ഇവരൊക്കെ ആയിട്ട് അനീഷിന് കുറച്ച് കോൺവെർസേഷനൊക്കെ ഉണ്ടായി. അത് വേറെ കുറച്ച് ടോക്കാണ്. അതായത് അദ്ദേഹം ഒരു കർഷകനാണ്, അപ്പോൾ മൊബൈലൊക്കെ ഓണാക്കി ലൈവൊക്കെ എടുത്ത് ഈ ഒരു നാടൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ അനീഷിന്റെ നാടൊക്കെ കാണിച്ചു കൊടുക്കുന്ന കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ടായിരുന്നു, അനീഷേട്ടൻ ഭയങ്കര അടിപൊളി ക്രിയേറ്റീവ് മൈൻഡാണ്, നമുക്കൊക്കെ കാശുണ്ടായതുകൊണ്ട് നമ്മളെല്ലാ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റും, പക്ഷെ അനീഷേട്ടന് ആ കാശില്ലായ്മ ഉണ്ടായതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഓരോ വഴികൾ ക്രിയേറ്റീവായിട്ട് കണ്ടെത്തുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. ടാസ്കിൽ അനീഷിന് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണേ കിട്ടിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അനീഷിന് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതാണ് ഈ തിരക്കണ്ട സാധനം എന്നുപോലും അനീഷ് അവസാനം നൂറ പറയുമ്പോഴാണ് തിരിച്ചറിയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ലൈവിൽ ടാസ്ക് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അനീഷിനോട് ഭയങ്കര സിമ്പത്തറ്റിക് ആയി പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ബാക്കി എല്ലാവർക്കും നല്ലപോലെ കാർഡ് കിട്ടി. കഷ്ടപ്പെട്ട് 4 കാർഡാണ് ആദില എടുത്തത്. ആദിലയായിരുന്നു ആദ്യം ഇരുന്നത്. അപ്പൊ ആദിലയാണെങ്കിൽ അതിരുന്ന് സ്ക്രാച്ച് ചെയ്ത് വായിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല, ഓരോരുത്തർ ആ ഒരു 10 പേരിൽ ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് പേര് വിളിച്ചെഴുന്നേൽപ്പിച്ച് സ്ക്രാച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ ആദ്യം എഴുന്നേറ്റത് ആദിലയാണ്. ആദിലയുടെ 3 കാർഡുകൾ പോയിന്റ് ആയിരുന്നെങ്കിൽ 1 കാർഡ് ബേൺ കാർഡ്സ് എന്നുള്ളൊരു വാക്കായിരുന്നു എഴുതിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ കിട്ടിയ പോയിന്റ്സുകളെല്ലാം ബേൺ ചെയ്തു പോയി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ അത് കണ്ടതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, ഇനി അങ്ങോട്ട് എന്തായിരിക്കും പണി കിട്ടാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ പിന്നെ അങ്ങോട്ട് കൺസിസ്റ്റന്റ്ലി എല്ലാവർക്കും ഒരു പണിയും കിട്ടാതെ കുറേ പോയിന്റ്സ് കിട്ടി. നെവിന് കുറേ പോയിന്റ്സ് കിട്ടി, ഷാനവാസിന് കുറേ പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഷാനവാസിന് ഒരു കുറ്റബോധം തോന്നി, കാര്യമൊന്നുമില്ല, കഴിഞ്ഞ 2 ടാസ്കിലും ഞാൻ ഒന്നും ചെയ്തില്ല, അതൊന്നും എനിക്ക് പോയിന്റ് ഒന്നും ഇല്ല, അപ്പൊ ഈ ടാസ്കിൽ പോയിന്റ് കിട്ടിയാലും തനിക്ക് ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് ഷാനവാസിന് ആ ഒരു മണ്ടത്തരം മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ടാസ്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കിട്ടുമോ കിട്ടത്തില്ലോ. ഇപ്പൊ ആദ്യത്തെ ആ ഒരു 3 ടാസ്ക് ഉണ്ട്. ആദ്യത്തെ റൗണ്ട് വന്നപ്പോൾ തന്നെ അനീഷ്, അക്ബർ, ആര്യൻ ഇവർക്ക് 3 പേർക്കുമാണ് ടാസ്കിൽ പോയിന്റ്സ് കൂടുതൽ കിട്ടിയത്. പക്ഷെ രണ്ടാമത്തെ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എഗെയിൻ അനീഷ്, അക്ബർ, ആര്യൻ തന്നെയാണ്. എങ്കിലും ഭാഗ്യം എന്ന് പറയുന്നത് ആദിലയുടെ കയ്യിലൂടെ അനുമോൾക്ക് കിട്ടി. അനുമോളാണ് ആദ്യത്തെ 3 പേരുടെ കൂട്ടത്തിൽ അനുമോളും എത്തിപ്പെട്ടു. രണ്ടാമത്തെ ടാസ്കിൽ ചതിയാണ്, പറ്റിക്കലാണ്, കള്ളത്തരമാണ്. പക്ഷെ എങ്കിലും ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടുത്തെ ഗെയിം ഒക്കെ ഇങ്ങനെയൊക്കെ പറ്റത്തോളൂ. 3ാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്തരത്തിൽ ഫിസിക്കൽ ഒന്നും അല്ല, ഒരു ലക്കാണ്. ആ ലക്കിൽ കിട്ടിയ കുറെ അധികം പോയിന്റുകളുണ്ട്. 2ാമത്തെ റൗണ്ടിൽ കട്ടെടുത്തത് കൊണ്ട് തന്നെ ആദിലയുടെ കാർഡ് കണ്ടോ ബേൺ ആയി പോയത്. കർമ്മ ഈസ് എ ബൂമറാങ്. അപ്പൊ അതവിടെ തിരിച്ചു വന്നത് കണ്ടില്ലേ. പക്ഷേ ഷാനവാസിന് പണി കിട്ടി, നല്ലപോലെ പോയിന്റ്സുകൾ. അത് കൗണ്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ 2 പോയിന്റ്. അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ 2ന്റെ ഗുണനപ്പട്ടികയോ? പക്ഷേ ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, അയ്യോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ലേ, എനിക്ക് എല്ലാം പണിയായേ, 2 റൗണ്ട് ഞാൻ കൊളമാക്കിയേ എന്നൊക്കെ ഷാനവാസ് തന്നെ പറയുന്നുണ്ട്.
പിന്നെ അങ്ങനെ അനീഷിലേക്ക് വരുന്നുണ്ട്. അനീഷിലേക്ക് വന്നതിന് ശേഷം അനുമോളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അനീഷിന് 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. അനീഷ് 2 എണ്ണം സ്ക്രാച്ച് ചെയ്യുന്നു, കുഴപ്പമില്ല. അപ്പൊ നൂറ പറയുന്നുണ്ട് അനീഷിന് കാര്യം മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവസാനമാണ് അനീഷിന് ഇതാണ് നമ്മൾ തപ്പി എടുക്കേണ്ടതെന്നുള്ളത് അനീഷിന് മനസ്സിലാവുന്നത്. പക്ഷേ അനീഷിന്റെ ക്ഷമ, അനീഷിന് ഓക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അങ്ങേയറ്റമാണ് അനീഷ്. കാരണം ആ ടാസ്കിൽ തനിക്ക് മാത്രം 2 എണ്ണേ കിട്ടിയുള്ളൂ, തനിക്കാണ് ഏറ്റവും കുറവ് എന്ന് കണ്ടിട്ടും അനീഷ് ഒരക്ഷരം അവിടെ മിണ്ടിയിട്ടില്ല, അവിടെ ഒരു ചതി നടന്നെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷ് ഗെയിം ടാസ്ക് ഇതൊക്കെ തുടക്കം തൊട്ടേ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന, സത്യസന്ധത ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നത് ഒരു 90% ഒക്കെ പാലിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്ന് എനിക്ക് തോന്നുന്നതിന്റെ റീസൺ അതാണ്. പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചാവല്യങ്ങളുണ്ട്, അതായത് ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ഉണ്ട്. അത് ഒരു പക്ഷേ ഇത്രയും വലിയൊരു എക്സ്പോഷർ, ഇത്രയും ഒരു സൊസൈറ്റിയിൽ എക്സ്പോഷർ അനീഷിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അക്ബറും നെവിനും ആര്യനും ഒക്കെ ആയിട്ട് അനീഷ് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു ഇപ്പൊ ലൈവ്, കുറെ പേര് ലൈവൊക്കെ വരാറുണ്ട്, ഞാൻ ലൈവ് കാണിക്കാറുണ്ട്. അപ്പൊ എന്റെ ഇത് ഏത് നാടാണ്, ഇത് ഏത് മനോഹരമായ സ്ഥലമാണെന്നൊക്കെ കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ ഉടനെ അക്ബർ ചോദിക്കുന്നുണ്ട്, എല്ലാ കമന്റ്സിനും അനീഷിട്ടും കമന്റിന് റിപ്ലൈ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കും, കാരണം കുറച്ച് കമന്റിലേ വരത്തുള്ളൂ, ഒരാളൊക്കെ ആയിരിക്കും കമന്റ് തരിക എന്ന്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തോന്നുമെങ്കിലും അതൊരു ശരിയാണ്. ഞാനുമൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരാളുടെ കമന്റ് ആണെങ്കിലും നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. ഇപ്പോഴും 1000 കമന്റ്സ് വന്നാലും ശരി, ഓരോ കമന്റ്സും വായിക്കാൻ മാക്സിമം ഒരു എഫേർട്ട് എടുക്കാറുണ്ട്. മാക്സിമം ആ ഓരോ കമന്റും ലൈക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമ്മളെ ചീത്ത വിളിക്കുന്നതും പിന്നെ അങ്ങേയറ്റം മോശമായിട്ട് വേറെ ആരെ വിളിക്കുന്നതാണെങ്കിലും, അതിപ്പം ഈ പറയുന്ന മറ്റ് മത്സരാർത്ഥികളെ ആണെങ്കിലും അങ്ങേയറ്റം മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ. ഞാൻ ലൈക്ക് ചെയ്യാറില്ല. നല്ല കമന്റ്സ് ഒക്കെ ആണെങ്കിൽ, അത് എത്ര ക്രിറ്റിസിസം ആണെങ്കിലും ഒരു പോസിറ്റീവ് വേർഡ്സ് ആണെങ്കിൽ ഞാൻ കമന്റിന് ലൈക്ക് ചെയ്യാറുണ്ട്, റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ അനീഷ് ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അനീഷ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെലിബ്രിറ്റി ലൈഫിൽ ജീവിക്കുന്നില്ല. നമ്മുടെ സമൂഹം ഇത്രത്തോളം സോഷ്യൽ മീഡിയയെ പുരോഗമനം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇതൊന്നും അറിയാതെ, ഇതൊന്നും ഇല്ലാത്ത ഒരു എക്സ്പോഷർ കിട്ടാത്ത ആൾക്കാരുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് അനീഷ്. അപ്പം ഓക്കെ, റീല് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറയുന്നുണ്ട്, അനീഷിന് അഭിനയിക്കാൻ അറിയത്തില്ല, ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, റീലൊക്കെ ചെയ്യുന്ന ആളല്ലേ. അതെ, പക്ഷേ ആ ഒരു വലിയൊരു പോപ്പുലാരിറ്റിയിലേക്ക് എത്താത്തതിൻ്റെ എല്ലാ ഒരു കുറവുകളും കുറ്റബോധങ്ങളും അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് അനീഷിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവസാനം ആര്യനിലേക്ക് എത്തി ആ കാർഡ് സ്ക്രാച്ച് ചെയ്തു, ഓക്കെ കുഴപ്പമൊന്നുമില്ലാതെ പോയിന്റുകളൊക്കെ പറഞ്ഞു. പക്ഷേ 2-3 കാർഡുകൾ ആര്യനെടുത്ത് പോക്കറ്റിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആരാടോ ആ കാർഡുകളൊക്കെ എടുത്ത് ഒളിപ്പിച്ചത്, എനിക്കിട്ട് പണിയിരുന്നോ? അപ്പോൾ ഉടനെ ആര്യൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടുണ്ട്, ഞാനാണ് ഒളിപ്പിച്ചത് എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അപ്പൊ ആര്യൻ, എടാ നീ കാർഡ് ഒളിപ്പിച്ചോ? അപ്പം ആര്യൻ തന്നെ പറയുന്നുണ്ട്, പണി കിട്ടിയ കാർഡാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എടുത്ത് ഒളിപ്പിച്ചതാണ് ബിഗ് ബോസ്, എനിക്ക് അല്ലാതെ ഞാൻ തുറന്നൊന്നും നോക്കിയില്ല, പക്ഷെ ഇങ്ങനൊരു സംശയം തോന്നി അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ ആര്യന്റെ 2 കാർഡ് കൂടെ പണി ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് കിഴങ്ങ് ഉൾപ്പെടുത്തിയ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, 2 വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ കിഴങ്ങില്ലാത്ത വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള ഫുഡ്. ആര്യന്റെ അവസ്ഥ ഏതായാലും വലിയ തമാശയുള്ള ഒരു രീതിയിൽ അങ്ങ് കണക്കാക്കാം, വലിയൊരു കഷ്ടമൊന്നുമില്ല. ആദിലേക്കാണ് ബേൺ കാർഡ്സ് എന്ന് പറഞ്ഞൊരു പാര കിട്ടിയത്, അതുകൊണ്ട് തന്നെ ആദിലേക്കാണ് അവിടെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ലൈവ് നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ എപ്പിസോഡിൽ ഇങ്ങനെ തന്നെ വരുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി കാണാം അല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ബൈ, വരാം, ബൈ.